അതിന് സൂട്ടാവുന്ന രീതിയിൽ നമ്മളൊരു സ്റ്റീലിന്റെ നമ്മളൊരു എന്താ പറയുക വൈറ്റ് ബെഡ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിന് സൂട്ടാവുന്ന രീതിയിലുള്ള ഒരു എന്താണ് പില്ലോസും ബെഡ്ഷീറ്റും ഒക്കെ നമ്മൾ ആ ഒരു റൂമിന് കുറച്ചുകൂടെ ഒരു പ്രീമിയം ലുക്ക് തോന്നിക്കാനായിട്ട് കൊടുത്തിട്ടുണ്ട്. രണ്ട് സൈഡും ബെഡ് സൈഡ് ടേബിൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, നമ്മൾ ഹാളിൽ കണ്ട സെയിം മോഡലുള്ള ഇങ്ങനത്തെ ലൈറ്റിങ്, നമുക്കത് ബെഡ് ലാമ്പായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ലൈറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേറെ എന്താ, ഇവിടെ ഒരു വിൻഡോ വരുന്നുണ്ട്, നമുക്ക് പുറത്ത് വ്യൂ കിട്ടുന്ന രീതിയിലുള്ള ഒരു വിൻഡോ. ഇത് നമുക്ക് പുറത്തുനിന്ന് കാണാൻ പറ്റുന്ന വിൻഡോ തന്നെയാണ്, ഒറ്റ വിൻഡോ ഉള്ളൂ. ഇതും നമ്മൾ UPVC ജോർജിയൻ ബാർ ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. പിന്നെ വേറെ എന്താണ് ഇവിടെ റൂമിന്റെ പ്രത്യേകത? ഓക്കെ, ഇത് ആക്ച്വലി നമ്മുടെ പഴയ ഒരു അലമാരയാണ്. പണ്ടത്തെ നിങ്ങളുടെ വീഡിയോയിൽ കാണുമ്പം അറിയാം, എന്റെ ഹോം ടൂറിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഒരു സ്റ്റീൽ അലമാരയായിരുന്നു, ഒരു ബ്ലൂ കളർ അലമാരയാണ്. അതിനെ ഇറ്റാൻ വളരെ കഷ്ടപ്പെട്ട് എന്താ പറയുക, ഇത് മറ്റേ വാൾ സ്റ്റിക്കറാണ്, അത് ഒട്ടിച്ച് നമ്മുടെ ഈ റൂമിന് ചേരുന്ന രീതിയിൽ ഒരു വിക്ടോറിയൻ സ്റ്റൈലിലുള്ള ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു അലമാരയാക്കിയിട്ട് ഇത് മാറ്റി. അപ്പൊ നമ്മൾ ഇതൊന്നും നമ്മൾ പൈസ എക്സ്ട്രാ നമ്മളിത് വേറെ പൈസ കൊടുത്തും വേറെ ഒന്നും വാങ്ങിച്ചിട്ടില്ല. നമ്മൾ ഉള്ള സാധനങ്ങളൊക്കെ തന്നെ ഒന്നുകൂടെ മോഡിഫൈ ചെയ്തെടുത്തു. പിന്നെ ഇതെന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള നമ്മുടെ ഒരു എന്താ പറയുക മേക്കപ്പ് ഒരു ഏരിയ ആണ്. ഇവിടെ ഒരു വൈറ്റ് വിക്ടോറിയൻ സ്റ്റൈൽ മിറർ കൊടുത്തിട്ടുണ്ട്. അപ്പം എനിക്ക് സ്പോട്ട് നമുക്ക് ലൈറ്റിംഗ് കിട്ടാനായിട്ട് മുകളിൽ ഒരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്റെ മേക്കപ്പ് സാധനങ്ങളൊക്കെ വെച്ച് ഒരു ചെയർ കൊടുത്ത് ഒരു ടേബിളും സെറ്റ് ചെയ്ത് അങ്ങനെ ഒരു മേക്കപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിൽ നമുക്ക് ഇരുന്ന് നല്ല കംഫർട്ടബിൾ ആയിട്ട് മേക്കപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം. ഇത് ഞാൻ ഒരുപാട് ആഗ്രഹിച്ച ഒരു കാര്യമാണ്. അപ്പം അത് എന്തായാലും നമ്മുടെ വീട്ടിൽ അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷമുണ്ട്. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഞാൻ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ? ഇല്ല, എല്ലാം പറഞ്ഞു. ഓക്കെ, ഫൈൻ. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇത് പെട്ടെന്ന് വിചാരിക്കും വാഷ്റൂം ആണെന്ന്, പക്ഷെ ഇത് വാഷ്റൂം അല്ല, ഒരു സർപ്രൈസ് ഉണ്ട്. ഇത് എന്താ പറയണത്, നമ്മൾ ചില സിനിമകളൊക്കെ കാണുമ്പോൾ മനസ്സിലിങ്ങനെ ആഗ്രഹിക്കും, എന്താ പറയുക, എനിക്കും ഇതുപോലെ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നെന്ന് ചിന്തിച്ചിട്ട് പോയിട്ടുണ്ട്. അങ്ങനെ ഒരു സംഭവമാണ് ഈ ഒരു വാക്കിംഗ് വാർഡ്രോബ് എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് അത്യാവശ്യം കുറച്ച് ഡ്രസ്സുകളും കാര്യങ്ങളും കളക്ഷൻസ് ഒക്കെ ഉണ്ട്. അത് അറേഞ്ച് ചെയ്യാനായിട്ട് നല്ല ഹ്യൂജ് ആയിട്ടുള്ളൊരു എന്താ പറയണത് കബോർഡ്സ് അടിച്ചിട്ടിട്ടുണ്ട്. നമുക്ക് ഇതാണ്ട് ഇതിപ്പോ ഞാൻ എന്റെ കയ്യിലുള്ള ഓൾമോസ്റ്റ് എല്ലാ ഡ്രസ്സുകളും ഞാനിത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കി ഇതാ കുറച്ച് ഷെൽഫോട് എനിക്ക് ബാലൻസ് ഉണ്ട്. എനിക്ക് ഭയങ്കര ഹാപ്പി എന്ന് പറഞ്ഞ ഒരു വാക്കിംഗ് വാർഡ്രോബ്. അത് അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. ഇവിടെ ഒരാൾക്ക് പാവിരിച്ച് കിടക്കാം കേട്ടോ, അത്രയും സ്പേസ്. ഞാൻ ഇത്രയും വിചാരിച്ചില്ല കേട്ടോ, ഇത്രയും സ്പേസ് ഇവിടെ ഉണ്ടാവും വിചാരിച്ചില്ല. നല്ല രീതിയിൽ നമുക്ക് നിന്ന് രണ്ടു പേർക്കും ഡ്രസ്സ് ചെയ്യാനൊക്കെ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെയും ഒരു എന്താ പറയുക, ഇത് പഴയ അലമാരയാണ്. നിങ്ങൾക്ക് എന്റെ പഴയ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അറിയാം, ഇതൊരു മേക്കപ്പ് സാധനങ്ങളൊക്കെ വയ്ക്കാൻ പറ്റുന്ന ഫുൾ മിററാണ്. അവിടെ നമ്മുടെ റൂമിലും ഉണ്ട്, അതുപോലെ തന്നെ ഇവിടെയും ഒരു ഫുൾ ലെങ്ത് മിറർ ഇവിടെ ഉണ്ട്. നമുക്ക്